നമസ്കാരം. അമ്മയിലെ പ്രശ്നങ്ങൾ സങ്കീർണമായി തുടരുന്നു. ആരുടെ ഭാഗത്താണ് ശരി, ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഇതിൽ ഉൾപ്പെട്ടവർക്ക് പോലുമില്ല എന്നതാണ് വാസ്തവം. ഉദാഹരണത്തിന് മാലാ പാർവതി പൊതുവെ അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെടാത്ത ആളാണ്, നീതിബോധത്തോട് പെരുമാറുന്ന ആളാണ്. പക്ഷേ മാലാ പാർവതി പോലും ഇവിടെ പക്ഷം ചേർന്ന ഈ കുരിശുയുദ്ധത്തിൻ്റെ ഭാഗമായി. ഇത്തരത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വ്യക്തമാവാതെ ഈ വിഷയത്തിൻ്റെ ഭാഗമായിരിക്കുന്ന ധാരാളം പേരുണ്ട്. നോക്കൂ പിഷാരടിയുടെ അവസ്ഥ. ഇത്തരമൊരു വിവാദത്തിലും കൊണ്ട് തലവയ്ക്കാതെ ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന ആളാണ്. മുകേഷും ഗണേഷ് കുമാറും ഒക്കെ തോറ്റമ്പിയപ്പോൾ ആകെ ജനപ്രതിനിധിയായി അവശേഷിച്ചത് പിഷാരടിയായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സ്വീകാര്യൻ എന്ന നിലയിൽ പുതിയ അഡ്ഹോക് കമ്മിറ്റിയുടെ കൺവീനറായി ചുമതലയേറ്റ് അമ്മയെ ഒന്ന് ശരിയാക്കിയെടുക്കാൻ ഉള്ള ഒരു സന്മനസ് കാണിച്ച പിഷാരടിക്കും കിട്ടി ഇപ്പോൾ പണി. എന്നിരുന്നാലും പിഷാരടിയെ വെടിവെച്ച് വീഴ്ത്തിയ ശ്വേതാ മേനോനെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. കാരണം അറിഞ്ഞോ അറിയാതെയോ ചില കുത്തിത്തിരിപ്പുകാർ ഇവിടെ ശ്വേതാ മേനോനെ ഒരു വില്ലത്തിയാക്കി മാറ്റാൻ ശ്രമം നടന്നു. യാതൊരു വിധത്തിലും ഇത്തരം താല്പര്യങ്ങളില്ലാത്ത ഒരു സൈനികൻ്റെ മകളായ ശ്വേതാ മേനോൻ അഴിമതിക്കെതിരായിരുന്നു. നേരെ ചൊവ്വേ എല്ലാവരും ഒരുമിച്ച് പോകണം എന്ന് ആഗ്രഹിച്ചിരുന്ന ആളാണ്. നടീനടന്മാരെ ഒരുമിപ്പിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ച ആളാണ്. ഈ അനാവശ്യമായ ഫെമിനിസം പറയുന്ന കൂട്ടത്തിലുമല്ല. പക്ഷേ ശ്വേതാ മേനോൻ്റെ നേതൃത്വത്തിൽ ഭരണസമിതി ചുമതലയേറ്റതോടെ ഞങ്ങളൊക്കെ സ്ത്രീകളാൽ ഭരിക്കപ്പെടുന്നത് അപമാനമാണ് എന്ന് കരുതിയ ഒരു കൂട്ടം മെയിൽ ഷോവനിസ്റ്റുകൾ സ്ത്രീകൾക്കിടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി ശ്വേതാ മേനോനെ വില്ലത്തിയാക്കി അട്ടിമറിക്കാനാണ് ശ്രമം നടത്തിയത്. സിനിമയിൽ പൊതുവെ മെയിൽ ഷോവനിസം കൂടുതലാണ്. നടികളെ വെറും ചരക്കുകളായി കണക്കാക്കി അവരുടെ ശരീരത്തെ മാത്രം ലക്ഷ്യം വയ്ക്കുന്നവരാണ് സിനിമയിലെ പുരുഷ പൊങ്കുവന്മാരിൽ ഭൂരിഭാഗവും. അവർക്ക് സഹിക്കാൻ കഴിയുന്നതായിരുന്നില്ല ശ്വേതാ മേനോന്റെ നേതൃത്വത്തിൽ വനിതകൾ ചുമതലയേറ്റത്. എന്നാൽ ഇത്തരം പുരുഷ പൊങ്കുവന്മാരുടെ മെയിൽ ഷോവനിസത്തിൽ വിശ്വസിക്കുന്ന ചില നടിമാർ ഈ സിനിമാ മേഖലയിലുണ്ട്. അവരിൽ ചിലരാണ് ഇരയാക്കപ്പെട്ട നടിമാർക്ക് വേണ്ടി ശബ്ദിച്ചപ്പോൾ യോഗത്തിലിരുന്ന് കൂവിയത്. അത്തരക്കാരെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് മെയിൽ ഷോവനിസ്റ്റുകൾ ശ്വേതാ മേനോനെ വില്ലത്തിയാക്കി അമ്മയെ നാണം കെടുത്താൻ നടത്തിയ ശ്രമമാണ് അതിനാടകീയമായി ഒരു നിരപരാധിയെ അമ്പെയ്ത് വീഴ്ത്തിയാണെങ്കിലും ശ്വേതാ മേനോൻ വിജയിച്ചിരിക്കുന്നത്. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ചില നീതിമാന്മാർ കൊല്ലപ്പെടുന്നതും ഇരയാകുന്നതും തെറ്റല്ല എന്ന് മഹാഭാരത യുദ്ധത്തിൽ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശ്വേതാ മേനോൻ പിഷാരടിയെ വെടിവെച്ച് വീഴ്ത്തിയത് അങ്ങ് പൊറുക്കാവുന്നതേ ഉള്ളൂ. ഇവിടുത്തെ യഥാർത്ഥ വില്ലൻ ബാബുരാജ് എന്ന കഴിഞ്ഞ ഭരണസമിതിയിലെ സെക്രട്ടറിയാണ്. ആ ബാബുരാജിന്റെ നേതൃത്വത്തിൽ നിരവധി അഴിമതികൾ നടന്നു എന്ന ആരോപണം അന്ന് തന്നെ ഉയർന്നിരുന്നു. മോഹൻലാലും സിദ്ദിഖുമൊക്കെ രാജിവെച്ചു പോയ സാഹചര്യത്തിൽ പകരം അമ്മ പിടിക്കാൻ മെയിൽ ഷോവനിസത്തെ പിന്തുണയ്ക്കുന്ന ചില കാലഹരണപ്പെട്ട നടിമാരുടെ പിന്തുണയോടെ ബാബുരാജ് രംഗത്തിറങ്ങിയപ്പോൾ അത് തോൽപ്പിക്കപ്പെട്ടത് അമ്മയെ വനിതകൾ നയിക്കട്ടെ എന്ന മുദ്രാവാക്യമായിരുന്നു. ആ മുദ്രാവാക്യത്തിൽ ശ്വേതാ മേനോനെ പോലുള്ള വനിതകളും അവർക്കൊപ്പം മെയിൽ ഷോവനിസത്തെ പിന്തുണയ്ക്കുന്ന ചിലരും കടന്നുകൂടുന്നു. അവരെ രണ്ടായി വിഭജിക്കാൻ ബാബുരാജിനെ പോലുള്ളവർക്ക് കഴിയുന്നു. അതിന് മൂല കാരണം അമ്മയുടെ ജനറേറ്റർ പോലും മോഷ്ടിച്ചു എന്ന ആരോപണം നേരിട്ട ബാബുരാജ് തന്നെയാണ്. ആ അഴിമതികൾ മറച്ചു വയ്ക്കണം. അറിഞ്ഞോ അറിയാതെയോ ബാബുരാജ് അടക്കമുള്ള കൊള്ള സംഘത്തെ സിദ്ദിഖിനെ പോലുള്ള മുതിർന്ന നടന്മാർ പിന്തുണയ്ക്കുകയും ചെയ്തു. അവരാണ് ഈ കുത്തിത്തിരിപ്പ് മുഴുവൻ ഉണ്ടാക്കിയത്. ഇതിൻ്റെ ഭാഗമായാണ് ടിനി ടോമിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അൻസിബ രംഗത്തിറങ്ങിയത്. കഴിഞ്ഞ അമ്മ ജനറൽ ബോഡിയിൽ ശ്വേതാ മേനോൻ രാജി പ്രഖ്യാപിക്കുമ്പോൾ അൻസിബയെ പോലുള്ളവർ അവരുടെ യുദ്ധവിജയമായി പ്രഖ്യാപിച്ച് രംഗത്തിറങ്ങിയതും ഇതിൻ്റെ ഭാഗമായിരുന്നു. ആ ആഹ്ലാദമാണ് ശ്വേതാ മേനോനെ മാറ്റി ചിന്തിപ്പിച്ചത്. ശ്വേതയാണ് എല്ലാ കുറ്റങ്ങളും ചെയ്തത്, ശ്വേതയാണ് അഴിമതിക്കാരി എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീക്കാൻ ഈ കുത്തിത്തിരിപ്പുകാർ ശ്രമം നടത്തിയപ്പോൾ അങ്ങനെ അങ്ങ് പോവണ്ട എന്ന് ശ്വേതയും തീരുമാനിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് സകലരും ഞെട്ടിച്ചുകൊണ്ട് ശ്വേത വാക്കാൽ രാജി പ്രഖ്യാപിച്ചതേ ഉള്ളൂ, ഔദ്യോഗികമായി രാജി കൊടുത്തിട്ടില്ല എന്ന സത്യം എല്ലാവരും അറിയുന്നത്. താൻ രാജിവെക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയ പോസ്റ്റുമായി ശ്വേതയും രംഗത്ത് വന്നു. ഇതോടുകൂടി ഗണേഷ് കുമാർ അടക്കമുള്ളവർ ശ്വേതയെ ചീത്ത വിളിച്ചുകൊണ്ട് രംഗത്തെത്തി. പക്ഷേ ഇവരാരും അറിയാതെ ശ്വേത ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിരുന്നു. എറണാകുളം മുനിസിപ്പൽ കോടതിയെ സമീപിച്ച് അഡ്ഹോക് കമ്മിറ്റിക്ക് രൂപം കൊടുത്തത് നിയമവിരുദ്ധമാണെന്നും തൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിക്ക് ഭരണം തുടരാൻ അനുമതി നൽകണമെന്നും ആവശ്യപ്പെട്ടപ്പോൾ ആവശ്യം കോടതി തൽക്കാലത്തേക്ക് അനുവദിച്ചു. അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി കുത്തിത്തിരിപ്പുകാർ. രാജിവെച്ചതല്ലാതെ അഡ്ഹോക് കമ്മിറ്റിയെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞ് ശ്വേതാ മേനോനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് രംഗത്ത് വന്നവർ ഞെട്ടിത്തരിച്ചുപോയി. ഈ നാണക്കേടിന് കൂടെ മുമ്പോട്ട് പോകാൻ നിവൃത്തിയില്ലാതെ രമേഷ് പിഷാരടി അഡ്ഹോക് കമ്മിറ്റി കൺവീനർ സ്ഥാനം രാജിവെച്ചു.
ശ്വേത രാജി പ്രഖ്യാപിച്ച് പറ്റിച്ചെന്നും അമ്മയെ ചതിച്ചെന്നുമുള്ള ഒരു നറേറ്റീവ് സൃഷ്ടിക്കാൻ ബോധപൂർവമായി നീക്കം നടന്നപ്പോഴാണ് സകലരെയും ഞെട്ടിച്ചുകൊണ്ട് ശ്വേതയും രമേഷ് പിഷാരടിയും തമ്മിലുള്ള സംഭാഷണം പുറത്തു വരുന്നത്. വാസ്തുതല സംഭാഷണം രമേഷ് പിഷാരടിക്ക് തലവേദന ഉണ്ടാക്കിയെങ്കിലും ശ്വേതയെ ചുറ്റിപ്പറ്റി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കള്ളക്കഥകൾ മുഴുവൻ പൊളിഞ്ഞടുങ്ങാൻ കാരണമായി. ആ സംഭാഷണത്തെ 4ആയി നമുക്ക് തരംതിരിക്കാം. ആദ്യത്തേത് എന്തായിരുന്നു അമ്മയുടെ യോഗത്തിൽ സംഭവിച്ചത് എന്നതാണ്. സകല പുരുഷന്മാരും ഒരുമിച്ച് ചേർന്ന് ശ്വേത മേനോനെ ഒറ്റപ്പെടുത്തുകയും അവരെ നിശബ്ദരാക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടും അവർ പിടിച്ചു നിന്നതിൻ്റെ കഥ അവർ പറയുകയും അതിൽ പലതും പിഷാരടി ശരിവയ്ക്കുകയും ചെയ്തു. ശ്വേതയ്ക്ക് അനുകൂലമായി സംസാരിക്കാൻ ശ്രമിച്ചവരെ തല്ലാനും മൈക്ക് പിടിച്ചു വാങ്ങാനും വരെ ശ്രമമുണ്ടായി എന്ന് ശ്വേത പറഞ്ഞതോടെ ശ്വേതയെ കുറ്റപ്പെടുത്തുന്നവരുടെ മുഖം മൂടി മാറി. നമ്മളെ വിശ്വാസമില്ലായ്മ എന്ന് പറഞ്ഞ് നമ്മുടെ കമ്മിറ്റിയിൽ വിശ്വാസമില്ലായ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എങ്ങനെയാണ് നമ്മൾക്ക് അടുത്ത ഒരു മേ ബി മാക്സിമം 45 ഡേയ്സിൽ നമ്മൾ ഇത് വിളിച്ചേന്നേ, എലക്ഷൻ നമ്മൾ തന്നെ വിളിച്ചേന്നേ. എങ്ങനെയാണ് കമ്മിറ്റി മാറ്റാൻ പറ്റണത്? എങ്ങനെ? നമ്മൾ ഇതാ ചോദിച്ചത് 45 ദിവസം കൊടുക്കൂ. ലാലേട്ടനോട് പറഞ്ഞപ്പോൾ ലാലേട്ടൻ പറഞ്ഞു യെസ് ഇത് കൊടുക്കൂ എന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് സിദ്ദിഖ ലാലേ വേണ്ട, ലാലിൻ്റെ തലയിൽ വരും എന്ന് പറയാനുള്ള ഒരു അധികം എന്തിനാണ് ഈ കുറച്ച് കുറ്റാരോപിതരായ ആൾക്കാർ മാത്രം ഒച്ചയും വിളി ഉണ്ടാക്കിയത്? പിന്നെ കൊല്ലം തുളസി അങ്കിൾ നമുക്ക് വേണ്ടി പറഞ്ഞപ്പോൾ അങ്കിളുടെ കയ്യിൽ നിന്ന് മൈക്ക് എന്തിനാണ് സിദ്ദിഖ വലിച്ചത്? അനൂപ് ചന്ദ്രൻ എന്തിനാ അടിക്കാൻ പോയത്? എന്തിനാണ് മല്ലിക സുകുമാരൻ ആൻറ്റീൻ്റെ കയ്യിൽ നിന്ന് മൈക്ക് പിടിച്ച് വലിച്ചത്? മറ്റേ എത്രയോ ഞാൻ ഇനി എത്ര കാണിക്കണം, എത്രയോ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. മോഹൻലാലിനെ നോക്കുകുത്തിയാക്കി ബാബുരാജും സിദ്ദിഖും ഒക്കെ ഭരണം നടത്തിയിരുന്ന കഴിഞ്ഞ ഭരണസമിതിയിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന സംഭാഷണവും അത് പിഷാരടി ശരിവയ്ക്കുന്ന സംഭാഷണവും വാസ്തവത്തിൽ ഈ പ്രശ്നത്തിന്റെ മൂലകാരണം വ്യക്തമാക്കി. ഒരുപാട് അഴിമതികൾ നടന്നിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ പിഷു ഏതെങ്കിലും, എനിക്കറിയാം ഇപ്പോൾ നല്ല ബിസിയാണ്, ഞാനൊരു 5 ക്ലയൻസിനെ ഞാൻ വേണമെങ്കിൽ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അവർ ക്യാഷ് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഇവർ ക്യാഷ് കൊടുത്ത കാര്യം ക്യാഷ് നടത്തി നീ ക്ലയന്റ് പബ്ലിക്കായിട്ട് പറയൂല്ലോ ശ്വേത. പബ്ലിക്ലി അല്ല, ഞാൻ പിഷുവിനോട് പറയാണ്. അത് കറക്റ്റ് ആണ്. അത് എനിക്കറിയാലോ. ഇത് ഞാൻ പറയുന്ന പ്രശ്നം എന്താണെന്നറിയാമോ? 2 ലക്ഷത്തിന് മേളിൽ ഒരാൾ ക്യാഷ് കൊടുത്തു ഒരിക്കലും ഒരു മറ്റൊരാളോ സമ്മതിക്കില്ല. പക്ഷെ 2 ലക്ഷനെ കൊടുത്ത് ഒരുപാട് ആൾക്കാരുണ്ട്. 2 ലക്ഷം 3 ലക്ഷം കൊടുത്തിട്ട് 1 ലക്ഷം അവനത് പറയില്ല. അല്ല അത് അറിയാം. അമ്മയിൽ പലതും ബാർട്ടർ സമ്പ്രദായമായിരുന്നു. നിങ്ങൾ ഒരു സഹോദരൻ അമ്മയിൽ വെച്ച് പറഞ്ഞോ, എന്റെ വീട്ടിൽ വെച്ചോ, ഇത് നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും? അതന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് ചെയ്തിട്ടുണ്ടെന്ന്. ഇതെങ്ങനെ പ്രൂവ് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതിൽ നടത്തിയിട്ടുണ്ട്, നടത്താൻ കഴിവുള്ളതും കമ്മീഷൻ മേടിച്ചിട്ടും അല്ലാതെ ഇല്ലാതെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ നമ്മൾ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് വേറൊരു വിഷയം, നിങ്ങൾ ഈ പറയുന്ന സാധനങ്ങൾ ഒന്ന് കണക്കന്വേഷിച്ചാൽ ഇതിൽ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഇതിനകത്ത് വരും. അഡ്ഹോക് കമ്മിറ്റിക്ക് ഒരു അധികാരവും സാധുതയും ഇല്ല എന്ന് കാര്യകാരണ സഹിതം ശ്വേത പിന്നീട് വിശദീകരിച്ചു. അവിടെ പോലും പിടിച്ചു നിൽക്കാൻ പിഷാരടിക്ക് കഴിഞ്ഞില്ല. അല്ല മറ്റേ ബൈലോ, അമ്മയുടെ ബൈലോ പ്രകാരം ജനറൽ ബോഡിക്ക് അഡ്ഹോക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നാണോ നിങ്ങൾ പറയുന്നത്? അപ്പൊ എഡ്ഹോക്കിന്റെ അല്ല, ഒരു മിനിറ്റ്, അപ്പൊ അല്ലല്ല, നോട്ട് വിത്തൗട്ട് കൈ അടിച്ച് പാസ്സാക്കാൻ, നോ വേ. അങ്ങനത്തെ ഒരു ഇതിൽ പ്രീവിയസ് എഡ്ഹോക്ക് അവര് 8-10 മാസം അവര് അതേ കമ്മിറ്റിയാണ് മുന്നോട്ട് കൊണ്ടുപോയത്. മനസ്സിലായോ സാർ? ഇതിന്റെ നിങ്ങൾ വീഡിയോ പ്രോഗ്രാം കാണിച്ചാലും ഉണ്ടായിരുന്ന ഞങ്ങളുടെ പ്രസിഡന്റ് രാജിവെച്ച് പോയി സാഹചര്യത്തിൽ ജനറൽ ബോഡി ഒരു അഡ്ഹോക് കമ്മിറ്റി ഏൽപ്പിച്ചു എന്നാണ് ഇപ്പോൾ ഇതിപ്പോ വരുന്ന വ്യാഖ്യാനം. അങ്ങനെയല്ലേ വരുള്ളൂ. ഓക്കെ പിഷു, എന്താ അറിയോ പിഷു, അപ്പോ ആണുങ്ങള് മറ്റേ ലാലേട്ടൻ ഉണ്ടായിരുന്ന കമ്മിറ്റി എഡ്ഹോക്ക് ആയപ്പോ റൂള് വേറെ, സ്ത്രീകൾ എഡ്ഹോക്ക് ആയപ്പോ റൂള് വേറെ. അപ്പോ ദാറ്റ് മീൻസ് അക്കോർഡിംഗ് ടു ദ കൺവീനിയൻസ് ദ എഡ്ഹോക്ക്. പിന്നെ ഒരു ചെയർ ഉണ്ടാവുമ്പോ എങ്ങനെയാണ് ജഗദീഷ് ഏട്ടൻ നോ ജനറൽ ബോഡിന്റെ മുമ്പ് തന്നെ അവര് എഡ്ഹോക്ക് ആക്കി. ജനറൽ ബോഡി ആര്? ഈ ലാലേട്ടനും ബാബുരാജേട്ടന്റെ, ലാലേട്ടൻ അല്ല ഞാൻ പറയുന്നത്, ബാബുരാജേട്ടൻ എങ്ങനെ ആ കൺവീനിയർ ആയിട്ട് അത്ര ദിവസം വരെ നിന്നു?
എങ്ങനെ ആള് എഡോക്ക് അതേ കമ്മിറ്റി ഓടിച്ചു. അതുമാത്രമല്ല, എഡോക്ക് ആൾക്കാരാണ് കുടുംബസംഗമം നടത്തിയത്, എഡോക്ക് ആൾക്കാരാണ് സഞ്ജീവിനി ഇറക്കിയത്. എങ്ങനെ എഡോക്ക് ആൾക്കാർക്ക് ഇത് ചെയ്യാൻ പറ്റും? പിഷു പറയൂ. അപ്പൊ നിങ്ങൾ പറയൂ, ഒരു കമ്മിറ്റിക്ക് ഒരു റൂള്, വേറെ കമ്മിറ്റിക്ക് വേറെ റൂളാണോ? പറയൂ. കഴിഞ്ഞ അഡ്വക്കേറ്റ് കമ്മിറ്റിക്ക് എങ്ങനെ ഈ കുടുംബസംഗമം നടത്താം, പോളിസി ചേഞ്ച് ഒന്നും വരുത്താൻ പാടില്ല. പോളിസി മാറ്റേഴ്സില്ല. പിഷു നിങ്ങൾ ഏത് അഡ്വക്കേറ്റിന്റെ കൂടെ കൺസൾട്ട് ചെയ്യുന്നു? ഞാൻ നിങ്ങളുടെ അഡ്വക്കേറ്റിന്റെ കൂടെ ഇരിക്കാൻ റെഡിയാണ്. അല്ല, നമ്മൾ അഡ്വക്കേറ്റിനോട് സംസാരിച്ചിട്ട് കാര്യമില്ല, അമ്മയെ കോൺഗ്രസിനോടല്ലേ സംസാരിക്കേണ്ടത്. ഞാൻ പറയുന്നത് സഞ്ജീവനി തുടങ്ങാനുള്ള അധികാരം അഡ്വക്കേറ്റ് കമ്മിറ്റിക്ക് ഇല്ല. തുടങ്ങിയോ നടത്താനുള്ള അധികാരം ഉണ്ട്, തുടങ്ങി. അപ്പൊ അത് തെറ്റാണോ? ആണ്. അപ്പോ എന്തുകൊണ്ട് ഒരു കമ്മിറ്റിക്ക് വേറെ റൂള്, വേറെ കമ്മിറ്റിക്ക് വേറെ റൂള് എങ്ങനെ? അമ്മയെ ശ്വേതാ മേനോൻ കോടതി കയറ്റി എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ചിലർ പുതിയ നറേറ്റീവ് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതും പൊളിച്ചെടുക്കാൻ ശ്വേതയ്ക്ക് കഴിഞ്ഞു. അമ്മയെ അനാവശ്യമായി കോടതി കയറ്റിയതും നാണം കെടുത്തിയതും വാസ്തവത്തിൽ അൻസിബയാണ്. അൻസിബ അറിഞ്ഞോ അറിയാതെയോ ആ കുത്തിത്തിരിപ്പുകാരുടെ ഉപകരണമായി മാറി കോടതിയെ സമീപിച്ചത് വെറും ഉമ്മാക്കി മാത്രമാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് അതേക്കുറിച്ചുള്ള ഈ സംഭാഷണത്തിന്റെ ഭാഗവും. ഞാൻ ഈ ടിനിക്ക് വേണ്ടി അൻസിബയോടും ടിനിയുടെ വക്കീലിനോടും ടിനിയോടും സംസാരിച്ച സമയം ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ജീവിതം നന്നായേനെ. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. അൻസിബയും ടിനിയും തമ്മിലുള്ള വഴക്കിൽ ബാക്കി എല്ലാ കേസുണ്ടായിട്ടും അൻസിബ ഫൈറ്റ് ഇല്ല കേസ്. എന്നിട്ട് ഈ ഒരൊറ്റ കാര്യം ഞാൻ പറഞ്ഞു എന്നൊരൊറ്റ കാര്യം കൊണ്ട് അൻസിബ ഫയൽ ചെയ്തില്ല. അവസാനം നാളെ കോടതിയിൽ ഹാജരാകണമെന്നുള്ള ദിവസമായി വക്കീല്. കേൾക്കുന്നുണ്ടോ? അങ്ങനെ വക്കീലിന്റെ ദിവസം ഞാൻ അൻസിബയുടെ വക്കീലിനെ വിളിച്ചു. പറഞ്ഞോന്നറിയില്ല, അൻസിബയുടെ വക്കീലിനെ വിളിച്ച് സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇതൊരു ഓവർ ഹിയറിംഗ് കേസാണല്ലോ, നാളെ ഒരു 4 കൊല്ലം കഴിഞ്ഞിട്ട് ടിനി ടോം ഇങ്ങനെ ടിനി ടോമിനെതിരെ തെളിവില്ല എന്നും പറഞ്ഞ് ഈ ടിനി ടോമിനെ വെറുതെ വിട്ടാൽ അന്ന് ഈ അൻസിബ 4 പോലെന്ന് ചോദിച്ചു. ഇയാളൊറ്റ ഷൗട്ട് ചെയ്തു, നിങ്ങൾ 4 കൊല്ലം കഴിഞ്ഞാൽ ഞാൻ ഈ കേസ് തോറ്റു പോകുന്ന നിങ്ങൾ എന്ത് ന്യായം വെച്ചാൽ ഐ ഹാവ് ദ പ്രൂഫ്, നിങ്ങൾക്ക് എന്ത് ലോ അറിയാം, അങ്ങനെ ഇങ്ങനെ ഇയാൾ കുറെ നേരം ഉണ്ടായിരുന്നിട്ട് ഞാൻ ചോദിച്ചു, ചേട്ടാ ഒരു കോർട്ടിലെ കേസ് എന്നുള്ള നിലയിൽ 1% ചാൻസ് ഉണ്ടാക്കി തരാൻ പറ്റുമല്ലേ നോക്കാൻ? അതുണ്ട്. ഞാൻ പറഞ്ഞു മതി, ആ 1% സംഭവിക്കുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ടിനിയുടെ വക്കീലിനെ വിളിച്ചു. ടിനി എന്നോട് ഒത്തുതീർപ്പാക്കണം എന്ന് കരഞ്ഞ് ടിനിയുടെ ഭാര്യ വിളിച്ച് കരഞ്ഞിട്ടാണ് ഞാൻ ടിനിയുടെ വക്കീലിനെ വിളിക്കുന്നത്. ടിനി കോൺകോളിലാണ്. ടിനിയുടെ വക്കീലിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, അൻസിബയുടെ വക്കീലിനോട് ഞാൻ സംസാരിച്ചു, ഇവർ ഒത്തുതീർപ്പാക്കാൻ റെഡിയാണ് പറഞ്ഞപ്പോ ടിനിയുടെ വക്കീൽ പറഞ്ഞു, അൻസിബ ഈ മേലാൽ എവിടെയും ടിനി ടോമിനെ പറ്റി ഞാൻ അനാവശ്യം പറയില്ല എന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കണമെന്ന്. നടക്കുന്ന കാര്യമാണേ. അൻസിബ ടിനി മാപ്പ് പറയണമെന്ന് പറഞ്ഞപ്പോ ഞാൻ അൻസിബയോട് പറഞ്ഞു, ടിനി മാപ്പ് പറയില്ല, പറഞ്ഞ അവൻ ചെയ്തു എന്നായി പോകും. ഇതാ അറിയാണ്ട് എനിക്ക്, കാരണം ടിനി പബ്ലിക്കായിട്ട് മാപ്പ് പറയണമെന്ന് എന്നോട് അൻസിബ പറഞ്ഞപ്പോ ഞാൻ അൻസിബയോട് പറഞ്ഞു, അൻസിബ അങ്ങനെ പറയരുത്, അങ്ങനെ പറഞ്ഞാൽ ചെയ്തു എന്നർത്ഥം. അങ്ങനെ ചെയ്തു എന്നാണെങ്കിൽ പിന്നെ അൻസിബയ്ക്ക് കേസില്ലെങ്കിൽ പോലും ഈ സമൂഹത്തിൽ മതസ്പർദ്ധ വളർത്താൻ നോക്കി എന്നും പറഞ്ഞ് ആർക്കും വേണേ കേസെടുക്കാൻ പറ്റും ഇതിനെതിരെ, സ്വമേധയാ കേസെടുക്കാം. അപ്പൊ അതുകൊണ്ട് അവരത് പറയില്ല എന്ന് ഞാൻ പറഞ്ഞ ഈ കഥ ടിനിക്കറിയാം. ഈ കഥ അറിയാവുന്ന ടിനി ടോം ഇത്രയും ഒത്തുതീർപ്പാക്കണം പറഞ്ഞ ടിനി ടോമിന്റെ വക്കീൽ പറയാം, അൻസിബ ഒരു പേപ്പറിൽ എഴുതി കൊടുക്കണം, ഇത് ഞാൻ അൻസിബയോട് പറഞ്ഞിട്ട് പറഞ്ഞു ഇത് ചെയ്യണ്ട എന്ന് പറഞ്ഞ അൻസിബ പറഞ്ഞു, അങ്ങനെ കാര്യം ചെയ്യൂ ചേട്ടാ, മമ്മൂട്ടിയുടെയോ മോഹൻലാലിന്റെയോ അമ്മയുടെ സാന്നിധ്യത്തിൽ, അത് അതുപോലെ എനിക്ക് വിശ്വാസമുള്ള ഒരാളുടെ സാന്നിധ്യത്തിൽ അമ്മയുടെ ഓഫീസിൽ വെച്ച് നമുക്ക് ഇത് ചെയ്തു തീർക്കാം, ഒത്തുതീർപ്പാക്കാന്ന് പറഞ്ഞു. അൻസിബ പറഞ്ഞു ഒത്തുതീർപ്പാക്കാം. ഞാൻ നോക്കുമ്പോ മോഹൻലാൽ ജർമ്മനിയിൽ ചെന്നൈയിലുമാണ്. 2 ദിവസം ആകാന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് മിനിഞ്ഞാന്ന് വീണ്ടും ടൈമായി. കോടതി വിളിക്കുമല്ലോ ദിവസങ്ങളിൽ, ഫയൽ ചെയ്തിട്ടേക്കുമല്ലേ. അൻസിബ ഇന്നലെ കൊണ്ടുപോയി അതും കൂടെ കേസാക്കി. ടിനി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അതെന്താ നിങ്ങൾ അന്ന് പറഞ്ഞിട്ട് കൊടുക്കും? ഞാൻ പറഞ്ഞു, തിരിച്ചിട്ട് അന്ന് ഞാനത് എങ്ങനെയെങ്കിലും തീർക്കാൻ പോകുമ്പോ നിങ്ങളുടെ വക്കീലാണോ പറഞ്ഞ അൻസിബ എഴുതി ഒപ്പിട്ട് തന്നെ ഒന്ന് എവിടെയെങ്കിലും കൊണ്ടൊരു പേപ്പറിൽ ഞങ്ങൾക്ക് രണ്ടിനും അങ്ങോട്ടും ഇങ്ങോട്ടും പരാതിയില്ല എന്ന് ഒപ്പിടുന്നതിന് പകരം ഈ വക്കീലന്മാർക്ക് സെലിബ്രിറ്റി കേസ് കിട്ടിയാൽ അവര് വിടില്ല, ആഘോഷിക്കും. ഇത് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊരു മാന്യത കൊണ്ടും സന്തോഷം കൊണ്ടും നിങ്ങൾ ടിനിയെ പബ്ലിക്കായിട്ട് സപ്പോർട്ട് ചെയ്ത ആളാണ്. നിങ്ങള്
നിങ്ങൾ ഏതോ പറഞ്ഞിട്ടില്ലേ? ഏയ് ഇല്ല. അപ്പൊ ഇത് നീന കുറുപ്പ് ഇറക്കിയ ഒരു നീന കുറുപ്പ് ഇറക്കിയതാ. ഒരു കാരണവശാലും ഞാൻ ടിനി ടോമിനെ എതിരായിട്ടോ സപ്പോർട്ട് ചെയ്തിട്ടോ ഒന്നും പറഞ്ഞിട്ടില്ല. ടിനി ടോം എന്റെ വിഷയമേ അല്ല. കൃത്യമായി തന്നെ പിഷാരടി പറയുന്നുണ്ട്, താൻ അൻസിബയോട് ചോദിച്ചു ഈ കേസിൽ ഒരു കഴമ്പുമില്ല എന്ന്, പിന്നീട് കോടതി കണ്ടെത്തുമ്പോൾ നാണക്കേടാവില്ല എന്ന്. അതൊരു സത്യമാണ്. കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ ഒരു പരാതി കൊടുക്കുന്നു, പോലീസ് ആ കേസ് അന്വേഷിച്ച് വേണ്ടെന്ന് വെക്കുന്നു. ഒടുവിൽ കോടതിയിൽ പോയപ്പോൾ കോടതി അന്വേഷിക്കാൻ പറയുന്നു. അൻസിബ ആവശ്യപ്പെട്ടതനുസരിച്ചുള്ള വകുപ്പുകൾ ചേർത്ത് എഫ്ഐആർ, പക്ഷെ അതിനപ്പുറത്തേക്കൊന്നും നീങ്ങുകയില്ല. കാരണം അന്വേഷിക്കുന്ന പോലീസ് വ്യക്തമായി തന്നെ അന്വേഷിച്ച് കണ്ടെത്തിയതിൽ ഒന്നുമില്ലെന്ന് കണ്ടെത്തിയതാണ്. വെറുതെ വകുപ്പ് കാണിച്ചുകൊണ്ട് ടിനി ടോമിനെതിരെ കുറെ വാർത്ത കൊടുക്കാമെന്നല്ലാതെ ടിനി ടോമിന്റെ രോമം പോലും പറിക്കാൻ അൻസിബയ്ക്കോ ഈ കേസിനോ കഴിയില്ല. വെറുതെ അമ്മയെ നാണം കെടുത്താമെന്നല്ലാതെ ഒരു ഗുണവുമില്ല. ഈ വ്യക്തമായ ധാരണ പിഷാരടിക്ക് പോലുമുണ്ട് എന്ന് വ്യക്തമാക്കുന്നു ഈ ഭാഗം. ചുരുക്കി പറഞ്ഞാൽ അമ്മ എന്ന സംഘടനയിലെ മെയിൽ ഷോവനിസ്റ്റുകൾക്കെതിരെ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്ത് വിജയിച്ച ധീരവനിതയായി ശ്വേതാ മേനോൻ വാഴ്ത്തപ്പെടും. ശ്വേതാ മേനോനെതിരെയുള്ള എല്ലാ നറേറ്റീവും തച്ചുടയ്ക്കാൻ പിഷാരടിയുമായുള്ള സംഭാഷണം പുറത്തു വന്നതോടുകൂടി ശ്വേതയ്ക്കാവുകയും ചെയ്തു.